അർശിന്റെ തണല് കിട്ടിയ 7 വിഭാഗ ആൾമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തല്ലേ. അതിൽ പ്രധാനപ്പെട്ട 2-3 വിഭാഗത്തെ നിങ്ങൾ പരിശോധിക്കോ. ഒരു വിഭാഗം നബി തങ്ങൾ ചൊന്തു അങ്ങനെ ബൽത്ത കൈ കൊടുത്തത് എർത്ത കൈ ഗൊന്തില്ലാത്ത രൂപത്തിൽ രഹസ്യമായിട്ട് സ്വതക്ക കൊടുത്ത ആൾമാർ. രണ്ടാമത്തെ ഒരു വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നാരെ ഒരാള് ദഅതുഹു ഇംറാത്തുൻ ദാതു മൻസബിൻ വ ജമാൽ, നല്ല ചന്തമുള്ള ഒരു പെണ്ണ് അവന്റെ ഒരു ഹറാമാക്കുക അവന്റെ ക്ഷണിച്ചിട്ട് ദാതു മൻസബിൻ വ ജമാൽ. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഉദാഹരണം നിങ്ങൾ നോക്കൂ. വെറുതെ ഒരു പെണ്ണല്ല, ദാതു മൻസബ് നല്ല സ്ഥാനമുള്ള ഒരു പെണ്ണ്. അഥവാ അവനൊരു ഹറാമു ആ പെണ്ണ് മുഖാന്തരം ആക്കിയിട്ടായി ആറും അവന്റെ ശിക്ഷിക്കുക പോകണ്ട. അത്രയും വലിയ സ്ഥാനമുള്ള ഒരു പെണ്ണ്, ഒരു ചന്ത ഉള്ള ഒരു പെണ്ണ് അവന്റെ ഒരു ഹറാമാക്കുക ക്ഷണിച്ചിട്ട് അവനത് ആക്കുക റെഡിയായില്ല. ഇനി അഖാഫുല്ലാ നക്ക് അല്ലാഹുരെ പേടിയുണ്ടു ചൊന്ത അവനതിൽ പുട്ടുനിണ്ട. ഇതായിട്ട് അർശര തണൽ ലഭിക്കത്തെ 7 വിഭാഗത്തിൽ രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു ദക്കറല്ലാഹ ഖാലിയ. മൂന്നാമത്തെ വിഭാഗാറ് അങ്ങ് ഒരുത്തനെ തെച്ചിട്ടിക്കുമ്പോ അല്ലാഹുര അവന് നനപ്പാക്കിയ ഫഫാദത ഐനാ, അവന്റെ കണ്ണിൽ നിന്നിട്ട് തണ്ണി വന്ന് അല്ലാഹുര നനപ്പാക്കിട്ട് അങ്ങനെ ഉള്ള ആളായിട്ട് മൂന്നാമത്തെ വിഭാഗം. അപ്പൊ അർശര തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തിൽ 3 വിഭാഗ ആൾമാറും ഈ രഹസ്യ ജീവനവുമായി ബന്ധപ്പെട്ടിട്ട് അതിനെ ക്ലിയർ ആക്കിയ ആൾമാരായിട്ട് 3 വിഭാഗ ആൾമാർ.